വിളക്ക് വെക്കിട്ടാ, വിളക്ക് വെക്കാറാവണേ ഉള്ളൂ അല്ലേ. എന്തോ ഒരു ചൂടാ എൻ്റെ അമ്മേ, ചുട്ട് 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 പുഴുകണു. അപ്പോഴേ മഴ വരും തോന്നുന്നു. ഇന്നലെ ഇതേപോലെ ആയിരുന്നു കേട്ടോ, പക്ഷെ പിന്നെ മഴ പെയ്തില്ല. അപ്പോൾ എന്താണെന്നറിയോ, കുറച്ച് വിറകുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താലോ കുഴപ്പമില്ലല്ലോ നമുക്ക്. ഇനി അവിടെ ഇഷ്ടം പോലെ വിറകുണ്ട് കേട്ടോ, വിറകെടുക്കാൻ പോയിട്ടില്ല. എൻ്റെ കയ്യിലൊക്കെ ഉറുമ്പുതായിട്ടേ ഇതും കൂടി ഒന്ന് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇനി പട്ടയൊക്കെ വെട്ടി വെട്ടി വെക്കണം കേട്ടോ. എന്താണെന്നറിയോ, വെട്ടി വെച്ചാൽ നമുക്ക് മഴക്കാലം ആകുമ്പോഴേക്ക് ഉപയോഗിക്കാമല്ലോ, അത്ര മതി. അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഈ മടാളി കണ്ടോ, ഈ മടാളി നമ്മുടെ അച്ഛൻ എവിടെ പോയിട്ട് വരുമ്പോൾ കൊണ്ടപ്പോൾ, അച്ഛനാണോ അനിയനാണോ ഓർമ്മയില്ല, പക്ഷെ അത് ഭയങ്കര കനാണ് കേട്ടോ. സുകന്യേ, ഈ വിറക് വെട്ടിയിട്ടുണ്ട്. നിന്നോട് ഞാൻ കുമ്മാട്ടി. എന്ത് ഇത് അടുക്കളയ്ക്ക് വെക്കണം. മഴ രാത്രി പെയ്താലോ. വേണോ? മുരിങ്ങക്കായും സാമ്പാർ വെച്ചാൽ മതിയോ? കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കൂട്ടണം, ഇല്ലെങ്കിൽ ആദ്യം പറയുക എന്താണെന്ന് പറയുക, ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ട എന്നുള്ളത് അല്ലേ സൂന്യെ? നിങ്ങൾ പറയുക. അമ്മു, മുട്ടക്കറി ഉണ്ടാക്കണോ സാമ്പാർ ഉണ്ടാക്കണോ? സാമ്പാറോ? അമ്മൂന് നാണം വന്നിട്ട്. എൻ്റെ അമ്മീ, കൂട്ടാൻ വെച്ച 2 ദിവസം 3 ദിവസം ഇടിക്കണേ. ഇവരാരും കൂട്ടണില്ല കൂട്ടാന്. എന്നാ മുട്ടക്കറിന്ന്. ഇന്ന് നമുക്ക് വെണ്ടയ്ക്കപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്കപ്പുളി കുറച്ചുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നാളെ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഈ തൈരൊക്കെ കൂട്ടിയിട്ട് കഴിക്കാതിരിക്കും കുട്ടികളില്ലെങ്കിൽ മുട്ട വറുത്തത് കൂട്ടിയിട്ടോ. അപ്പോൾ കൂട്ടാൻ വെച്ച ഈ ഏട്ടന്മാർക്ക് മാത്രമേ വേണ്ടുള്ളൂ. മുളക് വറുത്ത പുളി കുറച്ചിരിക്കുന്നുണ്ട്. കുറേ ഇല്ലേ പിന്നെ വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കിയിട്ട്. വെണ്ടയ്ക്ക പാലക്കാട് ചാത്തപ്പൻ കണ്ടോ നിൽക്കുന്ന, ചാത്തപ്പൻ്റെ കുട്ടി. കുഞ്ഞൻ പാവട്ടോ, കുഞ്ഞനെ വല്യമ്മ അമ്മക്ക് നോമ്പെടുക്കുക, വല്യമ്മ അമ്മക്ക് നോമ്പെടുക്കുക പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളോ? ചൂടല്ലേ ചേട്ടാ. എന്താ വെണ്ടയ്ക്ക കുഞ്ഞിന് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ തീർന്നിട്ടാണ്. ഞാൻ മുരിങ്ങക്കായ അവിടെ അടുത്തേക്ക് വാൻ്റമ്മ വാൻ്റമ്മ വാൻ്റമ്മ. ആ തല്ലുട്ടോ. ഒരു തേങ്ങ ചിരവാൻ പറ്റുമോ? തേങ്ങ ഉണ്ടോ അതിന്? അതവിടെ ഉണ്ട്. ഓട്ടോന്റെ പിന്നിലല്ല, ഒരു തേങ്ങ വലുത് ഇവിടെ ഉണ്ടായിരുന്നത് ഈ ചെക്കന്മാരെവിടെ കൊണ്ടിട്ടാണോ പൊളിച്ചതാണത്.
ഓട്ടോന്റെ പിന്നൊന്ന് കിടക്കുന്നുണ്ട് നമ്പർ വന്നു വെച്ചോ. ആ തുണികളൊക്കെ എടുത്ത് പൊറുക്കി വെച്ചാ ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ല. തുണികൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് മക്കള്. ഇതൊന്നും ചെയ്യാൻ വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പി കുട്ടികളാണ് കേട്ടോ കുഞ്ഞു. ദൈവം എന്തിനാണെന്നറിയോ നമുക്ക് കയ്യും കാലം തന്നിക്കണത്? നമുക്ക് ഓരോ പണികൾ ചെയ്യാനും നമ്മളില്ലേ പണികൾ ചെയ്ത് പഠിക്കണം. അതാകണ്ട ആ തുണികളൊക്കെ നോക്കിയേക്കാ, അതൊക്കെ എടുത്തു വെക്കണ്ടേ? നിന്നെ കണ്ടിട്ടല്ലേ നിന്റെ കീഴ്പ്പെട്ടുള്ളവർ പഠിക്കുക. അമ്മ ചേച്ചി എന്നെ നോക്ക്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരവർക്ക് അറിയേണ്ട പണികൾ അവരവർ ചെയ്യണം. ഇവിടെ ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ എല്ലാ പണിയും ചെയ്യും കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കലും അടിക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്യും. അതിന് വേണ്ടി വേറെ 2 ഏട്ടന്മാരുണ്ട്. ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടന്നോളി. അമ്മ ചേച്ചി എല്ലാം ചെയ്യും. അച്ചു ചേച്ചി അപ്പം ചെയ്യാത്തത്? അതന്നെ പറഞ്ഞതേ, ആൺകുട്ടികളെ പറഞ്ഞിട്ടേ അവർക്ക് കൊമ്പൊന്നുമില്ല, എല്ലാ പണിയും ചെയ്യാം ഏട്ടാ. ചെറിയ ഉള്ളി സൂപ്പർ. നമുക്കേ കല്ലടിക്കോടൊന്ന് പോയാലോ? പോണോ? കോങ്ങാട് പോയിട്ട് കാര്യമില്ല കേട്ടോ. കോങ്ങാട് നിന്ന് കൊമ്മാട്ടിയത് കൊണ്ട് നേരത്തെ അടിച്ചിട്ടുണ്ടാവും. കൂട്ടാൻ വെക്കതാ. ഇപ്പൊ വൈകുന്നേരം ആവുമ്പോ കൂട്ടാൻ വെക്ക. അങ്ങനെ തന്നെ ഇപ്പൊ ചെയ്യണേ. ഓക്കെ, നോമ്പ് കഴിയുമ്പോഴേക്കും കുറച്ച് പത്തിരി ഇറച്ചി ഉണ്ടാക്കണം അല്ലേട്ടാ? പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ കേട്ടോ. പത്തിരി ഉണ്ടാക്കണേ. ഞാൻ ആ പ്രസ് വാങ്ങണം എന്ന് വിചാരിച്ചാൽ വൈകുന്നേരം എന്തെങ്കിലും പോകണമെന്ന്. അവൻ നാളെ നോമ്പെടുക്കുക അത്ര. എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് വലിയമ്മയ്ക്ക് നോമ്പെടുക്കാൻ പാടില്ല. എന്ത് മറ്റേത്? എന്താണ് മറ്റേത്? ഞാനില്ലേ എനിക്ക് മധുരമുള്ളത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എനിക്ക് മധുരമുള്ളത് ഒന്നും എനിക്കധികം ഇഷ്ടമല്ല. എനിക്ക് ഉപ്പുള്ളതില്ലേ മുറുക്കില്ലേ, എനിക്ക് മുറുക്ക് അങ്ങനെയുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിപ്പും എനിക്കിഷ്ടമല്ല, എനിക്ക് മധുരവും ഇഷ്ടമല്ല. എനിക്ക് ആ സമയത്തില്ലേ വത്തലില്ലേ, നമ്മുടെ ചിപ്സ്, ചക്ക വത്തൽ, പൂള വത്തൽ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നലെ ഏട്ടൻ പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ, നമുക്ക് വയറുവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അത് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചെരുപ്പ് നീ വാങ്ങണ്ട. ചെരുപ്പ് കിച്ചു ഷൂ ഇട്ടിട്ട് പോണ്ടേ? ഇനി സാധാ വീവാറ് ചെരുപ്പില്ലേ, ആ ചെരുപ്പ് വാങ്ങിയാൽ മതി കേട്ടോ. 100 രൂപയുടെ ചെരുപ്പ് വാങ്ങിയാൽ മതി. ഒക്കെ തിന്നാൻ തോന്നും. അതെ, ഇനി നമുക്കില്ലേ ഒരു കിളിനെ വാങ്ങണം കേട്ടോ. വാങ്ങിയിട്ട് എന്തെങ്കിലും ലവ് ബേർഡ്സ്, കിളിക്കൂടല്ല ലവ് ബേർഡ്സ് ഇല്ലേ വാങ്ങിയിട്ട് വരണം. എന്നിട്ട് നമുക്കിതിൽ അതിനെങ്ങനെ തൂക്കിയിടണം കേട്ടോ. കുറേ ദിവസമായി അതങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തോട്ടാ. നമ്മളിതാ വെണ്ടയ്ക്ക റെഡി. ഒരു മുറി തേങ്ങ മതി സുനെ, ഒരു മുറി തേങ്ങ മതി. നല്ല പോലെ അത് എന്നിട്ട് നല്ല ഒന്നും ചെയ്യണ്ട,
അതൊന്ന് അരച്ചെടുത്തിട്ട് വാട്ടോ. എന്താ കിച്ചുട്ടാ? പുളിയുണ്ട് ചോറിനാൻ. നീ എന്താ കിച്ചു അങ്ങനെ? നമുക്കൊക്കെ ഒരു ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം നമ്മളത് ഇടണം. തേഞ്ഞാലും വേണ്ടില്ല, അതിലോട്ടിട്ടാലും വേണ്ടില്ല. നോക്കിയൊക്കെ കുട്ടി കാട്ടിയത്. ആ അല്ല 2 ദിവസമല്ലേ, അതില്ലാണ്ട് പോട്ടെ. കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഒന്ന് നാണക്കേട് തോന്നട്ടെ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നുള്ളത് അവർക്ക് അറിയണ്ടേ. ചില സമയത്ത് നമ്മളില്ലാണ്ടും നമ്മുടെ ആവശ്യങ്ങൾ മുടക്കിയിട്ടാണ് അവർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത്. അതിനെന്താ, ഇതിട്ടിട്ടില്ലെങ്കിൽ ഷൂ ഉണ്ട്, അതിട്ടിട്ട് പോവും. അപ്പോഴും എന്താ അറിയുന്നത്? എനിക്കങ്ങനെ, ഞാനതാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സ് അടക്കല്ലേ ആവശ്യമില്ലാണ്ട് കുറേ വാങ്ങിക്കൂട്ടുകയും ചെയ്യില്ല. നമ്മളങ്ങനെ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ അതാ ചിന്തിക്കുക, എന്താ ആവശ്യത്തിന് വേണ്ടേന്ന്. ഇതൊക്കെ എത്ര പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റിയും എന്താ ബാക്കി വേറെ വേണ്ട സാധനങ്ങളും. 2 ഫ്രോക്ക് നൈറ്റി എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും? എന്താ ചേട്ടാ സൂന്യെ ഫ്രോക്ക് നൈറ്റി എന്താ പാൻറ് ഷർട്ടും പോലെ ഉണ്ടാത്ര എല്ലാവരും. ഞാൻ ആ രീതിക്ക് ഉണ്ടാവുന്നതാണ് ഉദ്ദേശിച്ചത്. ചെറിയുള്ളി എന്താ, ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കുപ്പിവെള്ളം ഇട്ടത്? ഇഷ്ടമായോ സുവിന്? എങ്ങനെയുണ്ട് കുപ്പിവെള്ളം ഇഷ്ടമായോ ചോദിച്ചപ്പോൾ നന്നായി ഏട്ടനെ ഇതാട്ടോ. ഇനി നമ്മൾ ഇതിക്കില്ലേ, മുളക് പൊടി മല്ലിപ്പൊടി കേട്ടോ. ഇത് തേങ്ങ അരയ്ക്കാതെയും വെക്കാം, തേങ്ങ അരച്ചിട്ടും വെക്കാം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കണേ. ഇത് തേങ്ങ അരയ്ക്കാതെ വെച്ചാലും ഇതിൽ പരിപ്പും കാര്യങ്ങളൊന്നും ഇടണ്ട കേട്ടോ. മഞ്ഞപ്പൊടി കേട്ടോ. പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന അടിപൊളി കൂട്ടാണ്. നമ്മളിതിൽ നല്ല പോലെ ഇളക്കി കൊടുക്കുക. എൻ്റെ കൈ വഴുക്കി തക്കാളി തേങ്ങ തക്കാളി കേട്ടോ. പൊന്നൂസിനെ ശ്രദ്ധിച്ചോക്ക് പേടിയവനെ. പുളി കേട്ടോ, വാളംപുളി. ചിലർ വെണ്ടയ്ക്ക് ഉണക്കമീനും പാടെ പുളി വയ്ക്കില്ലേ, മുരിങ്ങക്കായ ഇട്ടിട്ടും വെക്കും, മാങ്ങ ഇട്ടിട്ട് വെക്കും. അത് നല്ല ടേസ്റ്റാണ്. മാന്തളിട്ടിട്ടും മത്തി ഉണക്കമത്തി ഇട്ടിട്ടും. ഇവിടെ ഉണക്കമത്തി വാങ്ങാറില്ല കേട്ടോ, കാരണം ഉണക്കമത്തി ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഉണക്കമത്തി വാങ്ങിയിട്ട് കറി വയ്ക്കാറ്. കാരണം അവിടെ ഏട്ടന്മാർക്കൊന്നും അങ്ങനെ ഉണക്കമത്തി പുളി വയ്ക്കുന്നതിനും ഇഷ്ടക്കുറവൊന്നുമില്ല. വറ്റിക്കും എൻ്റെ അമ്മ. പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സൂര്യയുടെ വീട്ടിൽ വയ്ക്കടി ഉണക്കമീൻ വറ്റിക്കോ? മത്തിയൊക്കെ അല്ലേ, ഉണക്കമത്തിയൊക്കെ എന്താ പുളി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇവർക്കില്ലേ ഇതൊന്നും ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല പറഞ്ഞു വെച്ചാൽ ഇവിടെ എൻ്റെ കൂട്ടുകാരാകുമ്പോഴേക്കും അത് ചിലവി അരക്കിൽ കഴിയുമോ? ഇതില്ലേ ശരിക്കും ചില വീട്ടിലേ എന്താ നമ്മളിങ്ങനെ
ഫ്രീ ആയിട്ട് പറയുന്ന കേൾക്കുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ വിചാരിക്കും എന്താ ഈ പെണ്ണ് ഇങ്ങനെ ഇവളോട് പറയുന്നത് വിചാരിക്കും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണ്ട്. ഞാനെന്ത് എന്ത് ദാ നേട്ടാ ഇങ്ങോട്ട് കാണിക്ക്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് തേങ്ങ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമായിട്ട് കറി വയ്ക്കാം കേട്ടോ. ഉപ്പ് ഇല്ലേട്ടാ ഇങ്ങനെ മാത്രമായിട്ട് വയ്ക്കുക. ഒരുണക്കമീനോ പപ്പടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ എന്താ ആദ്യമൊക്കെ നമ്മുടെ ഈ വീട്ടിൽ വെണ്ടയ്ക്ക, നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്ക ഉണ്ടാക്കില്ലേ, ആ വെണ്ടയ്ക്കല്ലേ വാട്ടിയാലും അതിൻ്റെ ഈ എന്താ പറയുക ഈ കൊഴുപ്പ് പോലത്തെ സംഭവം പോവുകയില്ല. വാട്ടി ശരിയാക്കുക. വഴുതനങ്ങയും വെണ്ടയ്ക്കയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇപ്പം പിന്നെ എന്താണെന്നറിയില്ല, ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ പുതിയ വീടിൻ്റെ അവിടെ അല്ലേ കുറേ ചെണ്ടുമല്ലി തൈ ഉണ്ടായിട്ടുണ്ട്. എത്ര പോകുന്നത് കുറേ ഉണ്ടായിട്ടുണ്ട്. എത്രയെന്നാ വെച്ചിട്ടാണ് ഞാനപ്പോൾ പൈപ്പ് കണക്ട് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കാറേ അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനായിട്ട് ആ പൈപ്പ് മൊത്തം മാറ്റേണ്ടി വരും പറഞ്ഞു. ചെണ്ടുമല്ലി ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. സുമതിയമ്മല്ലേ എന്താ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നില്ലേ ഒരു അത് അവിടെ ഇട്ടതാണ് ചെണ്ടുമല്ലി. അത് മൊത്തം ഉണ്ടായിക്കണം കേട്ടോ. അതിന് നല്ല വേനലും അല്ലേ ഈ സമയത്ത് ഉണ്ടാവുമെന്നറിയില്ല. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഉണ്ടായി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അരിമുളക് പച്ചമുളക് തെയ്യൊക്കെ കുറച്ചായിട്ടോ. അത് കൊണ്ടുപോയി അരച്ചിട്ട് വാ, വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. തേങ്ങ ഇതാട്ടോ, തേങ്ങ മാത്രം ഇട്ട് അരച്ചൊഴിച്ചിട്ടുള്ളൂ. കുലശ്രീയോ ആരാ കുലസ്ത്രീ? ആരാ കുലസ്ത്രീന്ന്? അപ്പുറത്തും ഇപ്പുറത്തല്ല. ഇതാട്ടോ, ഇതാ ഇത്രയേ ഉള്ളൂ. ഇതോ പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടാനാവും. സുകന്യനെ സമ്മതിച്ചു. കുലശ്രീ എന്നൊക്കെ പറഞ്ഞ പരിയാട്ടം എന്താണോ വിചാരിച്ചല്ലേ. നമ്മുടെ കറിയായിട്ടോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. ഒരുപാട് സമയം വേണ്ട. അതാ പറയുമ്പോഴേക്കും ഇവിടെ കറിയാവും കേട്ടോ. ചേട്ടാ ഇനി കറിവേപ്പില കടുക് 2 മണി വേണമെങ്കിൽ ഉലുവട കേട്ടോ. നിങ്ങളിങ്ങനെ ഇതാണ് നമ്മുടെ ഇങ്ങനെ പറയുക വെണ്ടയ്ക്കപ്പുളി. തേങ്ങ അരയ്ക്കാതെയും വയ്ക്കുക, തേങ്ങ അരച്ചിട്ടും വയ്ക്കുക കേട്ടോ. നമ്മുടെ പാലക്കാട് ഇഷ്ടം പോലെ പുളികളാണ് അല്ലേ. ശരിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ പറയുക എന്താ പുളി കുടംപുളി അല്ലാതെ മറ്റേ പുളി വല്ലാണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാം. പക്ഷെ നമ്മളിതില്ലേ ചെറുപ്പം മുതലേ ശീലിച്ചിട്ട് നമുക്കിതിനോട് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഏട്ടനുമില്ലേ മീൻപുളിയാണെന്ന് പറഞ്ഞു വെച്ചാൽ അനിയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാളെ കുറച്ച് മീൻ വാങ്ങണം അല്ലേ. മീൻ വാങ്ങിക്കഴിഞ്ഞ് വെച്ചാൽ തേങ്ങ അരയ്ക്കാതെ മീൻ കറി വെച്ചാൽ കുട്ടികൾ കൂട്ടുന്നുണ്ട്, തേങ്ങ അരച്ച് മീൻ കറി വെച്ചാൽ കുട്ടികൾ കൂട്ടുന്നില്ല. നാളെ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ അരയ്ക്കാതെ മീൻ കറി വെച്ചപ്പോൾ കുട്ടികൾ കൂട്ടിയില്ലേ സൂര്യയെ? കൂട്ടിയില്ലേ? കുടംപുളി ഇട്ടിട്ട് തേങ്ങ അരയ്ക്കാണ്ട് വെച്ചപ്പോൾ കുട്ടികൾ കൂട്ടി. 2 മണി ഉലുവ കേട്ടോ. എന്താ സൂര്യ നീ കുറെ നേരമല്ലോ. ഞാൻ കത്തിച്ചേരാം. എന്താ എന്റെ പ്രശ്നം? പപ്പടം കാച്ചണം അപ്പൊ തന്നെ. പിടിച്ചിട്ട് എവിടേക്ക് പോണെന്ന്? ഇനി പയറും കായും പോണ്ട രാത്രി. പിന്നെന്ത് ചൂട്ട്? ഇതൊരു ഗ്യാസ് ഓഫ്. ഓ എന്തേ ചട്ടിയിലാവുമ്പോ കണ്ടോ കിടന്നിങ്ങനെ തിളയ്ക്കണത്. ഈ ഒരു ചെമ്പിൽ നമ്മൾ ചുക്കുവെള്ളം വെച്ച് വയ്ക്കും കേട്ടോ. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് നല്ല തിളക്കില്ലേ, അപ്പോൾ നമ്മൾ കുറേ പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങ് തിളപ്പിക്കും. ഇത് വെച്ചാലും വൈകുന്നേരം വയ്ക്കും നമ്മുടെ വെള്ളം കഴിയും. ആര് കുടിച്ച് കഴിക്കുന്നറിയോ?
വേനൽക്കാലമാകുമ്പോഴേക്കും വെള്ളം എത്ര കുടിച്ചാലും അത്രയും നല്ലതാണ്. ശരിയാ. അപ്പോൾ നിങ്ങളിങ്ങനെ വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുമോ? ചിലർ ഇതിൽ മാന്തളും കൂടി ഇടും കേട്ടോ. ഉണക്ക മാന്തളോ ഉണക്കമത്തിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതാക്കും. അതേപോലെ ചെമ്മീനുണ്ടെങ്കിൽ ചെമ്മീൻ പൊടിച്ച് ചേർക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെയാണ് വെണ്ടയ്ക്കപ്പുളി എൻ്റെ അമ്മ ഉണ്ടാക്കാറ്. അമ്മ ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ അരച്ച് പാരില്ല, തേങ്ങ അരയ്ക്കാണ്ട് വെക്കും. അതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ മുളക് ചാറ് നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മളൊരേ ഇതൊക്കെ തന്നെ ആയിരിക്കും വീഡിയോയിലില്ലേ. ചില സമയത്ത് നമ്മൾ കാണിക്കുമ്പോൾ ഇതന്നെ കാണിക്കണമെന്ന് വിചാരിച്ച് കാണിക്കാതിരിക്കുക. പിന്നെ കൈപ്പയ്ക്ക ചാറും വെക്കും കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള കറികളൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് കാലങ്ങളായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കേട്ടോ സത്യം. ഇപ്പോൾ ഈ വറുത്തരച്ചിട്ടുള്ള സാമ്പാറോ മോരിക്കൂട്ടാനോ മീൻ കൂട്ടാനോ ഇറച്ചിയോ അങ്ങനെയൊക്കെ തന്നെ ഇനി നാടൻ റെസിപ്പികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക പറഞ്ഞു വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും സമയം നോക്കണ്ടേ. പകൽ വെളിച്ചത്തിൽ ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്ന ആളുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ അധികം വൈകുന്നേരം ഒരു വീഡിയോ ആക്കണത്. എവിടേക്കെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നൊന്ന് കല്ലടിക്കോട് പോകണം. പോകണ്ടോ? സമയം എത്രയായി? സമയമൊക്കെ 7:30. പുറപ്പെട്ട് പോകുമ്പോഴേക്ക് 8 മണിയായില്ലേ? കട അടയ്ക്കോ? ഇപ്പോൾ നാളെ പോകാല്ലേ? നാളെ പോട്ടെ. നമ്മൾ ഇവിടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഓടക്കുഴലുണ്ട്. ഒരു സാധനം വെച്ചാൽ അവിടെ കാണില്ല. എന്താ വെച്ചാൽ എവിടെ വെച്ചാലും കുട്ടികളുണ്ട്. പുക മണം വരുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.